നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരുവിൽ മുദ്രാവാക്യം വിളിച്ചും ഇഡിയെ കല്ലെറിഞ്ഞും അന്വേഷണം തടയാമെന്ന് കരുതിയവർക്ക് ഹൈക്കോടതിയുടെ മറുപടി മുഖത്തേറ്റ അടിയായി. എഫ്ഐആർ ഇല്ലെന്ന ഒറ്റ കാരണത്താൽ ഇഡിയുടെ അന്വേഷണം റദ്ദാക്കാനാവില്ല. CMRL വീണ വിജയന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടവും പരാജയപ്പെട്ടു. ഇനി ചോദ്യം ഇതാണ്: ഇത്രകാലം രാഷ്ട്രീയ പ്രതിരോധം മറച്ചുവെക്കാൻ ശ്രമിച്ചത് എന്താണ്? സേവനം നൽകിയതിന്റെ തെളിവില്ലാതെ കോടികൾ കൈമാറിയത്, പൊതുമേഖലാ പങ്കാളിത്തമുള്ള കമ്പനിയിൽ നിന്ന് പുറത്തുപോയ പണം, അതിനെക്കുറിച്ച് ആദായ നികുതി വകുപ്പും SFIOയും കണ്ടെത്തിയ കാര്യങ്ങൾ. ഇപ്പോൾ അതേ ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ സാധ്യത പരിശോധിക്കാൻ ഇഡിക്കും കോടതിയുടെ പച്ചക്കൊടി. പോലീസ് FIR ഇട്ടില്ലെങ്കിൽ അന്വേഷണം നടക്കില്ലെന്ന വാദം കോടതി തള്ളിക്കളഞ്ഞു. ഇഡിക്ക് അതിവേഗം മുന്നോട്ട് പോകാമെന്നും കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടായോ എന്ന് അന്വേഷിക്കാമെന്നും ആവശ്യമായാൽ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കേരളം ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്: ഭരണത്തിന്റെ തണലിൽ നടന്ന ഈ സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ കഥ എന്താണ്? കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നയിക്കുന്ന ED ഡയറക്ടർ ഒടുവിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലേക്കും അന്വേഷണം എത്തിക്കുമോ? അതോ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മറ്റൊരധ്യായം തുറക്കുമോ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. CMRL എക്സാലോജിക് ഇടപാടിൽ അതിപ്രധാനമായ വിധിയാണ് ഇന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. CMRL നൽകിയ അപ്പീലാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളിക്കളഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത ECIR PMLA പ്രകാരം നൽകിയ സമൻസുകൾ ഇവ റദ്ദാക്കണം എന്നായിരുന്നു CMRLന്റെ ആവശ്യം. കമ്പനിയുടെ വാദങ്ങൾ ഇവയായിരുന്നു: ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് FIR ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്യാനോ അന്വേഷണം നടത്താനോ അധികാരമില്ലെന്നും അതിനാൽ PMLA പ്രകാരമുള്ള സമൻസുകളും അന്വേഷണവും നിയമവിരുദ്ധമാണെന്നും ഇതായിരുന്നു CMRLന്റെ അപ്പീൽ. എന്നാൽ ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടി സ്വീകരിക്കാനാവില്ലെന്നും CMRL വാദിച്ചു. എന്നാൽ ഇഡിയുടെ വാദം മറ്റൊന്നായിരുന്നു: ECIR നിയമപരമായ രേഖയല്ല, അത് ഇഡിയുടെ ആഭ്യന്തര രേഖ മാത്രമാണ്. FIR ഇല്ലെങ്കിലും PMLA പ്രകാരം അന്വേഷണം തുടങ്ങാൻ കഴിയും. കൂടാതെ വീണ വിജയന്റെയും എക്സാലോജിക് സൊല്യൂഷന്റെയും പേരിൽ 2.78 കോടി സേവനം നൽകാതെയാണ് നൽകിയതെന്നും കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയുടെ പ്രധാന കണ്ടെത്തലുകൾ ഇന്നത്തേത് ഇവയാണ്: ഇഡിക്ക് അന്വേഷണം തുടരാം. ECIR FIR അല്ല. സുപ്രീം കോടതിയുടെ വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഈ അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. ECIR ഒരു FIR അല്ല, ECIR ആഭ്യന്തര രേഖ മാത്രമാണെന്ന് ഹൈക്കോടതി. PMLAയിൽ ECIR രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ECIRന്റെ പകർപ്പ് നൽകേണ്ട ബാധ്യതയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല. FIR ഇല്ലെങ്കിലും ഇഡിക്ക് അന്വേഷണം നടത്താം എന്ന സുപ്രധാന വിധി. PMLA പ്രകാരമുള്ള സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള സിവിൽ നടപടികൾ തുടങ്ങാൻ മുൻകൂർ FIR ആവശ്യമില്ല എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുകയാണ്. സെക്ഷൻ 50 പ്രകാരം സമൻസ് നൽകാനും രേഖകൾ ആവശ്യപ്പെടാനും ഇഡിക്ക് അധികാരമുണ്ട്. സമൻസ് കിട്ടുന്ന വ്യക്തി അപ്പോൾ പ്രതിയല്ല, പക്ഷേ അന്വേഷണം സഹായിക്കുന്ന വ്യക്തിയാണ്. വീണ വിജയനെയും എക്സാലോജിക്കിനെയും കുറിച്ചുള്ള പരാമർശം വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലനുസരിച്ച് CMRL 1.72 കോടി വീണ വിജയനും എക്സാലോജിക് സൊല്യൂഷനും നൽകിയതായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സേവനം ലഭിച്ചതിന്റെ തെളിവുകളില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിലപാട്. ഈ ഇടപാടുകളെക്കുറിച്ച് രേഖകൾ ED സമൻസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഇമ്മ്യൂണിറ്റി PMLAക്ക് ബാധകമല്ല എന്നും ഹൈക്കോടതി. ആദായ നികുതി നിയമപ്രകാരമുള്ള ഇമ്മ്യൂണിറ്റി ആദായ നികുതി കേസുകൾക്ക് മാത്രമാണ് ബാധകമാകുക. PMLA ഒരു സ്വതന്ത്ര നിയമമാണ്. അതിനാൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റി PMLA അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് ഉതകുന്നതല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചതോടെ ഇഡിക്ക് ഈ കേസിൽ സർവ്വ സ്വാതന്ത്ര്യവും കിട്ടിയിരിക്കുകയാണ്. CMRL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും അതിന്റെ 48.75% ഓഹരികൾ പൊതുജനങ്ങളും
13.41% ഓഹരികൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും കൈവശം വെച്ചിരിക്കുന്നുവെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആദായ നികുതി നിയമത്തിന്റെയും കമ്പനി നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണങ്ങളിൽ നിന്ന് യാതൊരു യഥാർത്ഥ ബിസിനസ് ബന്ധവുമില്ലാതെ CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് അനധികൃത പേയ്മെന്റുകളിലൂടെ ഫണ്ടുകൾ മാറ്റിയതായി വ്യക്തമായിട്ടുണ്ട്. ഇതുവഴി പൊതുജന ഓഹരി ഉടമകൾക്കും KSIDCക്കും നഷ്ടമുണ്ടായതായും ED ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ EDക്ക് കഴിയുന്നത്. ഇത്തരം വഴിവിട്ട രീതികളിലൂടെ കമ്പനി ഫണ്ടുകൾ പുറത്തേക്ക് മാറ്റുകയും ഓഹരി ഉടമകൾക്ക് കിട്ടേണ്ട സാമ്പത്തിക നേട്ടങ്ങൾ നിഷേധിക്കുകയും ചെയ്തതിലൂടെ CMRL വഞ്ചനയും അനുബന്ധ കുറ്റങ്ങളും ചെയ്തതായി കണക്കാക്കാമെന്ന് EDയുടെ പ്രധാന വാദമായിരുന്നു. ഈ ഫണ്ട് മാറ്റിവെക്കലിന്റെ ഫലമായി ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിലൂടെ എക്സാലോജിക്കിന്റെ കൈവശം കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് രൂപപ്പെട്ടുവെന്നും അതാണ് നിലവിൽ PMLA പ്രകാരം ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമാണ് EDയുടെ വാദം. കൂടാതെ ECIR രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ PMLA വകുപ്പ് 66(2) പ്രകാരം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള പോലീസിന് വിവരം നൽകിയതായും ED വ്യക്തമാക്കുകയുണ്ടായി. ആരോപണങ്ങൾ ശരിയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം സംരക്ഷിക്കുന്നതിനും വേഗത്തിൽ അന്വേഷണം നടത്തുന്നതിനുമായാണ് ED അത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും കോടതിയെ ED അറിയിച്ചിരുന്നു. ഹൈക്കോടതി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് PMLA അന്വേഷണം തടയാൻ കഴിയില്ല. നികുതി കേസ് തീർന്നാലും അതേ ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് EDക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം. ഈ വിധിയിലെ ഈ ഭാഗം EDയുടെ അന്വേഷണം തുടരുന്നതിന് ശക്തമായ നിയമ അടിത്തറ നൽകുന്ന പ്രധാന നിരീക്ഷണമായി മാറുകയാണ്. ഈ ഭാഗത്തിൽ ഹൈക്കോടതി പറയുന്നത് ED ആദ്യം അന്വേഷണം തുടങ്ങുന്നു. അതോടൊപ്പം സെക്ഷൻ 66(2) പ്രകാരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് FIR രജിസ്റ്റർ ചെയ്താൽ അത് PMLA അന്വേഷണത്തിന് കൂടുതൽ ശക്തി നൽകും. പക്ഷേ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഇവിടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. EDയുടെ അന്വേഷണം അസാധുവാകുന്നില്ല. അതിനാൽ FIR ഇല്ലെന്ന കാരണത്താൽ PMLA അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി. ഇത് വിധിയിലെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. കാരണം FIR ഇല്ലാത്തതിനാൽ EDക്ക് അധികാരമില്ല എന്ന വാദം കോടതി വ്യക്തമായും തള്ളിക്കളയുകയാണ്. മാത്രമല്ല പോലീസിനെ അറിയിച്ചിട്ടും FIR ഇടാതിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ED അല്ല കുറ്റക്കാർ. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, പച്ചക്കൊടി നൽകിയിരിക്കുകയാണ്. അതിനാൽ തന്നെ CMRL എക്സാലോജിക് ഇടപാടിൽ EDയുടെ മിന്നൽ നീക്കങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. ശ്രീ പണിക്കർ, ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ GV ഹരി, ഡോക്ടർ GV ഹരി എന്നിവർ ചേരുകയാണ്. ഡോക്ടർ GV ഹരി, താങ്കൾ എങ്ങനെ കാണുന്നു ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെ? മഞ്ജുഷ്, ഞാൻ ഈ ഉത്തരവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പകർപ്പാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, SFIയുടെ റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കുകയും നന്നായി ആ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരാൾക്കും ഇതിനകത്ത് ഒരു മണി ലോണ്ടറിങ് ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അത്ര വ്യക്തമായി വളരെ കൃത്യമായി ടാബുലർ ഫോമിൽ അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും അപ്പൻഡിക്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള 166 പേജുള്ള റിപ്പോർട്ട് വായിച്ചാൽ ഒരു കോടതിക്ക് കോടതിയുടെ കാര്യം പോട്ടെ, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പ്യുവർ കേസ് ഓഫ് മണി ലോണ്ടറിങ് ആണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഈ മണി ലോണ്ടറിങ്ങിനകത്ത് പല ഘട്ടങ്ങളും പല ഘടകങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് 3-4 തരത്തിൽ ഇത് പറയുന്നുണ്ട്. ഒന്നൊരു പ്ലേസ്മെൻ്റാണ്, അതായത് ഇനീഷ്യൽ ഇഞ്ചക്ഷൻ ഓഫ് ഡേർട്ടി മണി ഇൻ ടു ദ ലെജിറ്റിമേറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക്. അത് 2 ലെയറിങ്. ഇതിനകത്ത് വളരെ കൃത്യമായി നടന്നിരിക്കുന്ന ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. മൂവിങ് ഫണ്ട്സ് അറൗണ്ട് ത്രൂ മൾട്ടിപ്പിൾ കോംപ്ലക്സ് ആൻഡ് സീക്രട്ടറി ട്രാൻസാക്ഷൻസ്, ഷെൽ കമ്പനീസ്. ഇതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് മൂന്നാമത്തത് ഇൻ്റഗ്രേഷനാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെളുപ്പിച്ചെടുത്ത പണത്തെ പിന്നെ ലെജിറ്റിമേറ്റായിട്ട് യൂസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ 2 കമ്പനികളും ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് SFIയുടെ റിപ്പോർട്ടിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. SFIക്ക് അതിനകത്ത് ഒരു തരത്തിലും അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം അവരുടെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാര പരിധി അത്ര മാത്രമേ വരുന്നുള്ളൂ. അവർ കണ്ടെത്തേണ്ടത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് EDയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ,
FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് CMRL ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിലവിലെ ചില നിയമങ്ങൾക്കനുസരം ECIR എന്ന് പറയുന്നതിന് FIR ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ അറിയിച്ചിട്ട് പോലും ED ലോക്കൽ പോലീസിനെ ഈ വിവരം വളരെ കൃത്യമായിട്ട് അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന ചോദ്യം കൂടി ഇവിടെ വളരെ പ്രസക്തമായിട്ട് വരികയാണ്. അതായത് കുറ്റകൃത്യം ഇല്ല എന്ന് എന്തുകൊണ്ട് പോലീസ് നിലപാടെടുത്തു എന്ന്. അതെ, ഇതിനകത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ED പോലീസിനെ അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ട് FIR ഇട്ടിട്ടില്ല, പോലീസ് എന്തുകൊണ്ട് ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ളൊരു FIRലേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ കാണേണ്ടത് സ്വജനപക്ഷപാതം നടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിവിൽ നടപടികളെ EDക്ക് എടുക്കുവാൻ കഴിയുകയുള്ളൂ. നിലവിൽ അതേ പറ്റത്തുള്ളൂ. നിലവിൽ അങ്ങനെ സ്വത്ത് കണ്ടു കേട്ടോ. അത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, അവരുടെ ഇപ്പോൾ തന്നെ വീണയുടെ ഒരു അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാം. കാരണം അവരുടെ കയ്യിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെയ്ഡ് കൂടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വളരെ നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ. വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വീണ്ടും പോലീസിനെ ഇക്കാര്യം അറിയിക്കാം, അങ്ങനെ FIRലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അറസ്റ്റിലേക്കും പോകാം. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ECIRന്റെ ബലത്തിൽ ഇപ്പോൾ സിവിൽ നടപടികളിലേക്ക് പോകാൻ കഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അതിന് യാതൊരു തടസ്സവുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ M. ജയചന്ദ്രൻ, വളരെയധികം പാടുപെട്ടു വീണ വിജയനിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ. ഈ CMRL കോടതിയിൽ പോയതിനും അതിലും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീണ വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പോലീസിനെ ഇത് അറിയിച്ചിട്ടും FIR അവിടെ ഇട്ടില്ല. ഇതൊരു കുറ്റകൃത്യമായിട്ട് പോലീസും കണക്കാക്കിയില്ല. എന്നിട്ട് FIR ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ED അന്വേഷണം തടസ്സപ്പെടുത്തുവാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. സിംഗിൾ ജഡ്ജി ആദ്യം തള്ളിക്കളഞ്ഞതാണ്, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു, ഡിവിഷൻ ബെഞ്ചും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ ചിലപ്പോൾ പോയേക്കാം, പക്ഷേ എങ്കിലും EDയുടെ നീക്കങ്ങൾ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ വിജയനിലേക്ക് അന്വേഷണം എത്തുവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഉണ്ടല്ലോ. ഇതേ മഞ്ജുഷ ഇപ്പൊ പറയുമ്പോഴും പിന്നെ ഈ കേസ് വീണ വിജയൻ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതും സിംഗിൾ ബെഞ്ചിന്റെയും അത് വീണ വിജയൻ കുറ്റക്കാരിയാണോ അല്ലയോ. അങ്ങനെയാണെങ്കിൽ ആരും ഈ കേസിൽ പ്രതി ആരും ആയിട്ടില്ല. അതെ, ആരുമായിട്ടില്ല. എന്തായിരുന്നു കേസിന്റെ ഉത്ഭവം? എന്തായിരുന്നു? ഈ പിന്നെ ED ഉദ്യോഗസ്ഥർ CMRന് സമൻസ് അയച്ചു. ആ സമൻസ് അയക്കാൻ ഇവർക്ക് അധികാരമില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ആ ചോദ്യം ചെയ്യപ്പെട്ടതാണ് സിംഗിൾ ബെഞ്ച് നിരാകരിച്ചത്. ഇന്ന് ഡിവിഷൻ ബെഞ്ചും നിരാകരിച്ചത്. അധികാരമുണ്ട്, അവർക്കത് ചെയ്യാം എന്ന് ഉത്തരവിടുകയാണ് കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമായിട്ടും ചെയ്തത്. അതുപോലെ തന്നെ EPML ആക്ടിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, പിന്നെ ഇത് ഈ ക്രിമിനൽ കേസ്, സിവിൽ കേസ്, അല്ലെങ്കിൽ അതിന്റെ ഈ കേസിന്റെ രണ്ട് മുഖങ്ങൾ, സിവിൽ ഫേസ്, ക്രിമിനൽ ഫേസ്, ആ രണ്ട് ഭാഗങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ താങ്കൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചതുപോലെ ചോദ്യം ചെയ്യാം, സ്വത്ത് കണ്ടുകെട്ടാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാരും പ്രതികളല്ല, അവര് പിന്നെ ഇൻവെസ്റ്റിഗേഷനിലാണ്, ഇൻസ്പെക്ഷനിലാണ്. ആ ഘട്ടമാണെന്ന് ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും സവിസ്തരം ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് ഈ കേസിൽ, എല്ലാ ഭാഗങ്ങളെ പറ്റി. അത് നിഷ്പക്ഷമായി തന്നെ പരിശോധിച്ചിട്ടാണ്, വിലയിരുത്തിയിട്ടാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം നടത്താൻ കേട്ടോ, അതിലേക്കാണ് ED പോകുന്നത്. അതെ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലല്ലോ, ഇത് സ്വകാര്യ സ്ഥാപനമല്ലല്ലോ, പൊതുമേഖലാ പങ്കാളിത്തം കൂടിയുള്ള സ്ഥാപനമാണ്. അവിടെ നിന്നാണ് ഈ പണം വകമാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലുള്ള അന്വേഷണം മാത്രമല്ല. ആദ്യം താങ്കൾ പറഞ്ഞു വീണ വിജയൻ പ്രതിയല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഈ കേസിൽ പ്രതിയല്ല. പക്ഷേ എല്ലാവരും ഈ ആരോപണ വിധേയരാണ്, ആ സംശയ നിഴലിൽ ഉള്ളവരാണ്, അവരിലേക്കാണ് അന്വേഷണം നടക്കുന്നത്. എന്താണ് ഹരി? മനുഷ്യ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഒരു മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്തൊരു അഴിമതിയുടെ ഒരു പ്രശ്നം കൂടി കടന്നു വരും ഇതിനകത്ത്. അതായത് KSIDC എന്ന് പറയുന്ന ഒരു നമുക്കറിയാം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 13.5% ഓഹരികൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ CMRൽ തന്നെ ഒരു ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ക്രിമിനൽ കേസ്
കേസിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ സാർ, ഇതിനകത്ത് പോലീസ് FIR ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നിയമ തടസ്സം ഉന്നയിച്ചുകൊണ്ട് ഇവർക്ക് കോടതിയിൽ പോകാൻ കഴിഞ്ഞത് തന്നെ. ഇനി അങ്ങോട്ട് അങ്ങനെ വേണം നിർബന്ധമില്ല, അങ്ങനെ വരുമെന്ന് നിർബന്ധമില്ല, കാരണം കൂടുതൽ തെളിവുകളിലേക്ക് ED പോയേക്കാം. അതൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇത് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നത് വീണ വിജയനെതിരായിട്ടുള്ള പ്രശ്നം, അതുപോലെ ഇന്ന് ഷോൺ ജോർജ് എവിടെയോ പറയുന്നത് കേട്ട് പിണറായി വിജയനിലേക്കാണ് അന്വേഷണം പോകേണ്ടതെന്നുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പൊ അത്തരത്തിൽ വലിയ ആഘോഷങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാത്ത വിധം അന്വേഷണം അതിന്റെ എല്ലാ മേഖലകളിലേക്കും പോകണം എന്ന് ഓരോ ഭാഗങ്ങളും കണ്ടിട്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവെല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ മഞ്ജുഷേ. അതുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഹൈക്കോടതി ഈ വിധിയിൽ തന്നെ എടുത്തു പറയുന്നുണ്ടല്ലോ, മറ്റ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ മീഡിയ ഹൗസസ് വാങ്ങിച്ചിട്ടുള്ള പണം, പൊളിറ്റീഷ്യൻസ് പൊതുപ്രവർത്തകര്, രാഷ്ട്രീയക്കാര് വാങ്ങിച്ചിട്ടുള്ള പണം, പിന്നെ മറ്റു പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന അവർ വാങ്ങിച്ചിട്ടുള്ള പണം, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇത് കേവലം വീണ വിജയനെതിരായിട്ട് ഉള്ളൊരു പ്രശ്നമായിട്ട് ചുരുക്കണ്ട. അങ്ങനെ അന്വേഷിക്കുന്നെങ്കിൽ വിപുലമായിട്ട് അന്വേഷിക്കുക തന്നെ ചെയ്യും, അത് വരും. അപ്പോൾ മറ്റ് ഭാഗം നിൽക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഹൈക്കോടതി തന്നെ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ മീഡിയ ഹൗസിനടക്കമുള്ള മറ്റ് വിഭാഗങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പണത്തിന്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണോ, എത്രത്തോളം വാങ്ങിച്ചോ, എങ്ങനെയാണോ ചെലവഴിച്ചത്, അത്തരം കാര്യങ്ങൾക്ക് അതിലേക്കൊക്കെ അന്വേഷണം നടന്നമല്ലോ. ഇതെല്ലാം വരട്ടെ. ഇതിലൊന്നും ആർക്കും ഒരു അവ്യക്തതയും ഇനി തോന്നണ്ടാത്ത വിധം സുവ്യക്തമാണ് ഹൈക്കോടതിയുടെ വിശദമായ വിധി. അത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ആരെയും സംശയത്തിന് നിഴലിൽ ആ വിധി നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ED കല്ലെറിഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. കാരണം ED അന്വേഷണം നടക്കുന്നത് അതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ വിധിക്കുമ്പോൾ ED വഴിയിൽ തടയുകയും കല്ലെടുത്തെറിഞ്ഞവർക്കുമുള്ള ഒരു മുഖത്തേറ്റ ഒരു അടി തന്നെയായി മാറിയിട്ടുമുണ്ട് ശ്രീ ജയേന്ദ്രൻ. അല്ല, ഈ ED താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ED ഇതിന്റെ പേരിലാണ് കല്ലെറിഞ്ഞതെങ്കിൽ അത് അവർക്കുള്ള മറുപടി തന്നെയാണ്. കൃത്യമായിട്ടും അവർക്കടക്കമുള്ള മറുപടിയാണ്. ഇതിന്റെ അകത്ത് ED അങ്ങനെ ആരെങ്കിലും സംശയത്തിന്റെ നിഴലിൽ നിർത്താനോ സംശയമുനയിലേക്ക് കൊണ്ടുവരാനോ ഹൈക്കോടതി വിധിയിൽ ശ്രമിക്കുന്നില്ല. EDക്ക് അവരുടെ അധികാരം ഏതൊക്കെ രീതിയിലാണ് അവരിലേക്ക് എത്തിയിട്ടുള്ളത്, SFIO വഴി എത്തുന്നതുണ്ട്. EDക്ക് അല്ലാതെ തന്നെ സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള പലവിധ വകുപ്പുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരെ അതിൻ്റെ അകത്തേക്ക് എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഹൈക്കോടതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ആ വിധി വായിച്ചിട്ട് എനിക്ക് ഒരു തരത്തിലും ഹൈക്കോടതി വിധി ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്ന തരത്തിലേക്ക് എനിക്ക് തോന്നിയില്ല. അതേസമയം CMRL ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത് ഈ ഘട്ടത്തിൽ ചോദിച്ചത് അപക്വമാണ് എന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിരീക്ഷണം പലപ്പോഴും പല വാചകങ്ങളിൽ കാണുന്നുമുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയല്ല. പ്രത്യേകിച്ചും ഇദ്ദേഹം ഉണ്ടല്ലോ, സീനിയർ കൗൺസിൽ, സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം ആണല്ലോ ഹാജരാകുന്നത്. അതൊരു ടീം. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സൗണ്ടിൽ ചില പ്രശ്നമുണ്ട്. ശ്രീ പണിക്കർ, ശ്രീ ജയേന്ദ്ര സാർ പറയുന്നത് ആരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അല്ല ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്നാണ്. അങ്ങനെയാണോ താങ്കൾക്ക് തോന്നിയത്? എനിക്കെന്തായാലും അങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല ശ്രീ മഞ്ജുഷ്. ഈ വിധി പലർക്കുമുള്ള മറുപടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ M ജയചന്ദ്രനുള്ള മറുപടി കൂടിയാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഈ EDക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ED അന്വേഷണത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന പല നിലപാടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏത് ചാനലിലാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെത് അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് എന്ന്. അത് അദ്ദേഹത്തിനെ അല്പം ഒഫൻഡ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് നിങ്ങൾ അങ്ങനെയൊക്കെ കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു. ആ ന്യായീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഈ CMRLന്റെ വാദമായിട്ട് തന്നെ കോടതിയിൽ വന്നതാണ്. അതായത് ED നേരിട്ട CMRL നേരിട്ടിരിക്കുന്ന കേസ് നേരത്തെ തന്നെ തീർപ്പാക്കിയതാണ് എന്ന് ശ്രീ ജയചന്ദ്രനും ഒരു വാദമുണ്ടായിരുന്നു. മുമ്പത്തെ ചർച്ചകൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തീർപ്പാക്കിയിരിക്കുന്ന കേസ് ആയതുകൊണ്ട് പിന്നീട് എങ്ങനെ അതിൽ മറ്റ് നടപടികൾ സാധ്യമാകും എന്നൊരു കാര്യം അദ്ദേഹം ചോദിച്ചിരുന്നു. അങ്ങനെ അല്ല എന്ന് ആ സമയത്തും പറഞ്ഞിരുന്നു. കാരണം തീർപ്പാക്കിയിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നത് പോലെ 245 സെക്ഷന്റെ 2ാമത്തെ പ്രൊവിസോ ഉപയോഗിച്ചുകൊണ്ടുള്ള 2 കാര്യങ്ങളിൽ മാത്രമാണ്, വെൽത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തിലുമുള്ള 2 കാര്യത്തിൽ മാത്രമാണ് തുടർ നടപടികളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി CMRLന് കിട്ടിയിരിക്കുന്നത്. അതല്ലാതെ
ആ പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം അതിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് മറ്റേതെങ്കിലും ഒരു ഏജൻസിക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFIOയ്ക്കോ EDയ്ക്കോ ഒന്നും തന്നെ അന്വേഷിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു കാരണത്തിന് ഇപ്പോൾ CMRLന്റെ വാദം നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു CMRLന്റെ വാദം. ഞങ്ങൾക്കിവിടെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ഏജൻസിയുടെ മുന്നിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടേത് ഒറ്റത്തവണ തീർപ്പാക്കലിൽ കൂടി ഞങ്ങളുടെ ഈ പ്രശ്നം തീർത്തതാണ്, അതുകൊണ്ട് ഇനി ഇതിനെ ഒരു പ്രശ്നമായിട്ട് കരുതാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാദത്തിനെ വലിച്ചു കീറി കോടതി എറിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, നിരവധി ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ KSIDCക്ക് 13% മുകളിൽ സ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ, ഒരു തരത്തിലുള്ള സർവീസ് ഹിസ്റ്ററിയും ഇല്ലാത്ത, ഈ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള പ്രവൃത്തി പരിചയവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് ടെൻഡറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ടൊരു എൻഗേജ്മെന്റ് അങ്ങ് കൊടുക്കുന്നു. ആ എൻഗേജ്മെന്റിൽ ഒരു സേവനവും കിട്ടാതെ അവർക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വീതം 2 തരം പേയ്മെന്റ് ആയിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യം അവസാനം ഈ കമ്പനി ഇപ്പോൾ റൺ ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തായിക്ക് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തിരിച്ചടവായിട്ട് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവായിട്ട് ഇതേ വെണ്ടർ തന്നെ തിരിച്ച് റീപേ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനെ ലെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയം ന്യായമായിട്ട് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഇവിടെ വരും. ഫേക്ക് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുന്നു, ഇല്ലാത്ത സേവനത്തിന് നൽകിയിരിക്കുന്ന പ്രതിഫലമായിട്ട് അത് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, ഫേക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ഫേക്ക് എക്സ്പെൻസിനെ ലെജിറ്റിമേറ്റ് ആക്കി മാറ്റിക്കൊണ്ട് അതിന് ടാക്സും അടച്ചിട്ട് അതിൽ നിന്ന് നേരത്തെ എടുത്തിരിക്കുന്ന ഒരു ലോണിന്റെ റീപേയ്മെന്റിനായിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള ഒരു ക്രൈമാണ്. അതേപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ED ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ IPC പ്രൊവിഷൻസ് ഇടാം എന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 66(2) അനുസരിച്ച് അവർ പോലീസിനോട് പറയുന്നത് പ്രധാനപ്പെട്ട 5 സെക്ഷൻസ് ആണ്. IPCയുടെ 5 പ്രൊവിഷൻ 120B ഗൂഢാലോചന അടക്കം, 411 ഡിസോണസ്റ്റി റിസീവിംഗ് സ്റ്റോളൻ പ്രോപ്പർട്ടി മുതൽ 420 ചീറ്റിംഗ്, ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിംഗ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി, ഈ വകുപ്പുകൾ ഉൾപ്പെടെ, അതും കൂടാതെ ഇനി 424, 421 ഈ വകുപ്പുകളെല്ലാം തന്നെയാണ് ചുമത്തിയത്, 411 ഉൾപ്പെടെ. അപ്പൊ 5 സെക്ഷൻസ് ആണ് അവർ ചുമത്തിയത്. ആ രീതിയിലത്തേക്ക് അത് ചുമത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസിൽ പറയുന്നു. പോലീസ് അത് കേസെടുക്കുന്നില്ല, അത് കോഗ്നിസിബിൾ ആയിട്ട് പോലീസിന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? നിയമപ്രകാരം കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ കേസെടുക്കണം. ഇതിൽ 411ഉം 420ഉം കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, മറ്റുള്ളതിനെ വിട്ടേക്കും. പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോഗ്നിസൻസ് പ്രൂവ് ചെയ്യുന്ന രീതിയിലത്തേക്ക് 120B ഒക്കെ തന്നെ ഒഴിവാക്കിക്കോളും. മറ്റു 2 കോഗ്നിസിബിളും അല്ല. പക്ഷെ 411, 420 വകുപ്പുകൾ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. എന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഈ കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തയ്യാറായില്ല. അപ്പൊ അങ്ങനെ പോലീസ് തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് CMRLന് ഈ ഒരു വാദം കോടതിയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞത്. അതായത് FIR ഇല്ലല്ലോ, FIR ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്. അവർക്ക് നിയമം അറിയില്ല എന്നുള്ളത് വേറെ വശം. പക്ഷേ ഇതിലെ ക്രിമിനൽ ആസ്പെക്റ്റിനെ മാത്രം എടുത്തുകൊണ്ട് ഒരു FIR ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോകുന്നത് എന്തിനാ? ന്യായമായ രീതിയിലത്തേക്കുള്ള ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്? സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരാണെങ്കിലും കമ്പനികളാണെങ്കിലും ഒക്കെ പറയുന്നത് എന്താ? നമ്മുടെ എല്ലാ ഇടപാടുകളും ട്രാൻസ്പെറന്റ് ആണ്, എല്ലാത്തിനും തെളിവും രേഖയുമുണ്ട്, എല്ലാ അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുന്നു എന്നാ പറയുക. പക്ഷെ ഇവിടെ അത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പോകുന്നത്? ഇന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് ഇവരുടെ ഈ ഏറ്റവും ബേസ്ലെസ് ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രയറിനെ തള്ളിക്കളയുന്ന സമയത്ത് പോലും പറയുന്നത് ഞങ്ങൾക്ക് 2 ആഴ്ച സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നാണ്. അപ്പൊ എന്തൊരു ഒഡാസിറ്റി ആണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കാരണവശാലും ഇതിന്റെ സിവിൽ നടപടി എന്ന് പറയുമ്പോൾ എന്താണ്? ചോദ്യം ചെയ്യാം, സമൻസ് ഇഷ്യൂ ചെയ്യാം, റെയ്ഡ് നടത്താം, അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ഇപ്പോഴും ഈ ഹർജിക്കാർ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. CMRLും വീണ വിജയൻ ഹർജിയുമായിട്ട് പോയില്ല, പക്ഷെ CMRL ഹർജി നൽകുകയും ചെയ്തു. അപ്പോൾ വീണ വിജയനും അതിന് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. ഇതിൽ പറയുന്നത് ഇപ്പോഴും സിവിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ, കാരണം FIR അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കുരുക്കിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ CMRLന്. അതെ, നോക്കൂ, ഇവരെ EDയുടെ ഭാഗത്തു നിന്നും അവർ പറയുന്നതും പോയിന്റ്, ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഇവരെ പ്രതികളായിട്ട് കരുതുന്നില്ല എന്ന് തന്നെയാണ്. ഈ കേസിൽ അക്യൂസ്ഡ് ഇല്ല.
അതായത് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, അവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് ഉണ്ട്, ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഉണ്ട്, മണി ലോണ്ടറിംഗ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു. ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സിവിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് FIRന്റെ ആവശ്യമില്ല. FIR ഇടാൻ വേണ്ടിയിട്ട് അവർ പോലീസിനോട് പറയുന്നു. പോലീസ് അത് ചെയ്യാത്തത് കൊണ്ട് സുപ്പീരിയർ ഓഫീസേഴ്സിന് അത് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസാണ്, അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് EDക്ക് കഴിയില്ല. പക്ഷേ ED അവർക്ക് സാധ്യമായിട്ടുള്ള സിവിൽ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് FIRന്റെ നെസസിറ്റി ഉണ്ടാകേണ്ടത്. അത് ആ ഒരു സമയത്ത് അവർക്ക് വരെ ഇപ്പം ഭരണമൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്തായാലും. അപ്പൊ പിന്നെ ഇനി ഒരു FIR ഇടുന്നതിനകത്തൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ GV ഹരി, ഇനി ഭരണത്തിന്റെ തണലില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ കിട്ടിയതുപോലെയുള്ള ഒരു സഹായം എന്തായാലും CMRലിനും വീണ വിജയനും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? 100%. ഇതിനകത്ത് ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതാണ് ഈ പോലീസിൻ്റെ ഒരു സഹായം വളരെ കൃത്യമായിട്ട് അവർക്ക് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ഒരു കാരണവശാലും CMRൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇത് നമുക്കൊരു നിയമ നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ FIR ഇല്ലാതെ നമുക്ക് കോടതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കോടതിയിൽ ഇതിനകത്ത് ക്രൈമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും FIR ഇടാൻ പോലീസ് ബാധ്യസ്ഥനാണ്. പക്ഷേ EDയെ നിങ്ങൾക്ക് വിശ്വാസമില്ല? അല്ല, രണ്ട് ലെവലിൽ കാണുക എന്നുള്ളതാണ്. ഇത് ക്രൈം തെളിയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ED വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ. ഒരു കാര്യത്തെ നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തെളിയിക്കാതെ വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കേസല്ലല്ലോ. ഇതിനകത്ത് വളരെ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ SFIയുടെ റിപ്പോർട്ട് കാണുന്നത് വരെ ഇതിനകത്ത് ഇത്തരത്തിലൊരു അലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ ടൈം ടേബിൾ ഉണ്ടാക്കാനായി ഉണ്ടാക്കിയിരിക്കുന്നൊരു സോഫ്റ്റ്വെയർ, അത് ഇൻമെക് എന്ന് പറയുന്ന പേരുള്ള ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കേരളത്തിലെ 11ഓളം പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് CMR പോലൊരു കമ്പനി ഉപയോഗപ്പെടുത്തി അതിന് 2.78 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അവർക്കിത് ഞാൻ പറഞ്ഞത് SFIയുടെ റിപ്പോർട്ട് വായിക്കില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരുപാട് അവ്യക്തതകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊന്ന് റിപ്പോർട്ടും ഹൈക്കോടതിയുടെ ഉത്തരവും രണ്ടും ഉണ്ട്. അതിനകത്ത് വളരെ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നുകൊണ്ടാണ് തുടങ്ങിയത്, എവിടെയാണ് ഇതിൻ്റെ സാഹചര്യം, വളരെ 46 പേജുകളിൽ വളരെ കൃത്യമായിട്ട് ആ ഹൈക്കോടതി ഇത് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു രസകരമായൊരു കാര്യം, അത് ഇവിടെ കൃത്യമായിട്ട് ശ്രീത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒരു 2 കമ്പനികൾ, അതായത് CMRL അതോടൊപ്പം തന്നെ KSIDC, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ലാഭം അല്ലെങ്കിൽ ഇതിന്ന് കൊടുക്കേണ്ട ലാഭം കിട്ടേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അതൊരു വാൾക്ക് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ അതിൽ നിന്ന് ആരോടും ചോദിക്കാതെ യാതൊരു തരത്തിലും ഒരു തരത്തിലുള്ള ഒരു നടപടികളും കാണിക്കാതെ അല്ലെങ്കിൽ ചെയ്യാതെ കൊടുക്കുകയാണ്. ഒരു അംഗീകാരം പോലും ആരോടും ചോദിക്കാതെ ഈ ഇത്രയും 2.78 കോടി. ഇനി ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ATNA എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ ഇതുപോലെ ERP സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 3.65 ലക്ഷം രൂപയാണ്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 278 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുക. അതായത് 2.78 കോടി രൂപ ഈ കമ്പനിക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ ആരോടും ചോദിക്കാതെ എടുത്തു കൊടുക്കുമെന്ന് പറയുന്നത് അഴിമതി തന്നെയാണ് എന്നുള്ളത്. ഇവിടെ ജയചന്ദ്ര സാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് മീഡിയ ഹൗസസൊക്കെ പണം വാങ്ങി എന്നുള്ളതാണ്. അതിനവർക്ക് പണം വാങ്ങാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അതോടൊപ്പം കോൺഗ്രസോ ആയിക്കോട്ടെ, അവർക്ക് സ്വാഭാവികമായിട്ടും പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കാൻ അതിനുള്ള റെക്കോർഡ്സും അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് വർഷാവർഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്ല ഈ കേസ്. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഒരു സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു കമ്പനി ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അത് ഇവിടെ പിണറായി വിജയൻ്റെ മകളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്തുകൊണ്ട് അവർക്ക് കിട്ടി? വീണയ്ക്കത് എന്തുകൊണ്ട് കിട്ടി? അതെനിക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് മഞ്ജുഷിന് കിട്ടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ശ്രീജിത്തിന് കിട്ടുന്നില്ല? അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയാൽ അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് എന്തുകൊണ്ട്? മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ആനുകൂല്യം ലഭിച്ചത്. ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു, SFIOയും കണ്ടെത്തിയിരുന്നു. ഇനി കുറ്റകൃത്യത്തിലൂടെയുള്ള വരുമാനം, അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് വേണ്ടത്. അവിടെയാണ് EDയുടെ സാന്നിധ്യം വേണ്ടത്. ശ്രീ ജയേന്ദ്ര സാർ, അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. താങ്കളുടെ ആ വാദം ഉണ്ടായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പറഞ്ഞതുപോലെ. ആ വാദം CMRലും കോടതിയിൽ ഉന്നയിച്ചതാണ്. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ കേസ് തീർപ്പാക്കിയതാണല്ലോ. അവിടെ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം അതിൽ വരുന്നില്ല എന്ന്. അതാണിന്ന് കോടതി തള്ളിയത്. അതെ, തീർച്ചയായിട്ടും ഞാൻ ആ വാദം
പിന്നെ റിപ്പോർട്ടർ ചാനലിലും മനോരമ ന്യൂസിലായിരുന്നു തോന്നുന്നു ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പറഞ്ഞതാണ്, ഇതേ വാദം തന്നെയാണ് പറഞ്ഞത്. ഞാൻ CMR ഉന്നയിച്ച വാദം തന്നെയാണ് ഞാൻ അവിടെ ഉന്നയിച്ചത്. അപ്പൊ അങ്ങനെ അത്തരം ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഈ വാദം ഉന്നയിക്കുമ്പോൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞത്. അതാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത്. അങ്ങനെ അല്ല, പിന്നെ അത് നിലനിൽക്കത്തക്കതാണ്. പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്നുള്ളത് ഈ ഘട്ടത്തിലല്ല നോക്കേണ്ടത്, അത് പിന്നീടാണ് എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉന്നയിച്ച ആ പ്രശ്നം അതിന്റെ നിയമവശം തന്നെയാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. അത് ഞാൻ ആ വാദം ഉന്നയിച്ച ഘട്ടത്തിൽ പാനലിസ്റ്റ് ആയിരുന്ന ശ്രീജിത്ത് അങ്ങനെയല്ല എന്ന് വാദിച്ചത് കൊണ്ട് താങ്കൾ വാദിച്ചത് ശരിയും ഞാൻ വാദിച്ചത് തെറ്റും എന്നുള്ള നിലയിലേക്ക് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനകത്ത് വിയോജിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം പരിശോധിച്ചത് കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞത് അത്തരം ഒരു നിലനിൽക്കത്തക്കതല്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ബാധ്യസ്ഥനാണ് എന്നുള്ള നിലയിൽ. പക്ഷെ അന്ന് ഞാൻ വാദിക്കുമ്പോൾ എന്റെ വാദത്തിൽ ആശയപരമായി ശരിയാണ്, ഇന്ന് നിയമപരമായ തെറ്റാണ് ഹൈക്കോടതി പറയുന്നത്. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷേ ഡോക്ടർ ഹരി പറഞ്ഞതിൽ ഒരു വിയോജിപ്പുണ്ട് ഹരി. അതായത് ഈ പിന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് പണം വാങ്ങാൻ അധികാരമുണ്ട്. എന്ത് അധികാരമാണുള്ളത്? മീഡിയ ഹൗസുകൾക്ക് പണം വാങ്ങാൻ അധികാരമുണ്ട്. എന്ത് അധികാരം? സംഭാവനകൾ സ്വീകരിക്കാൻ അവരുടെ ഇഷ്ടപ്രകാരം അത് വ്യക്തമാക്കണമെന്നേ. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, വാങ്ങിച്ചവർ പറഞ്ഞിട്ടില്ലേ? അതെ, PV ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അല്ല, പിണറായി വിജയൻ പറഞ്ഞ PV ഞാനില്ല എന്ന് പിണറായി വിജയൻ അല്ലാതെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത് പിണറായി വിജയനാണെന്ന്? അതിനകത്ത് വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡയറിയിലേക്ക് വലിയ കാര്യമായിട്ട് അന്വേഷണം പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇന്നത്തെ ഹൈക്കോടതി വിധി എടുത്ത് പറഞ്ഞാലും അതിന്റെ ഗ്രൗണ്ട് പറയുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള കോടതിയുടെ നിർദ്ദേശങ്ങൾ മുഴുവനും വന്നിരിക്കുന്ന എക്സാലോജിക് CMRL ഇടപാടിനെ കുറിച്ചാണ്. അതെ, അദ്ദേഹം പിക്ചറിലേ ഇല്ല. അല്ല, ബാക്കി കാര്യങ്ങൾ വരുന്നുണ്ടെന്നേ മഞ്ജുഷേ, പിന്നെ വിഷമിക്കണ്ട. കാരണം ഈ ഡയറി കുറിപ്പിലെ കാര്യങ്ങളാണല്ലോ മാസപ്പടി എന്ന് പറഞ്ഞ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പൊ മാസപ്പടിയിൽ മറ്റു പല ആൾക്കാരുടെയും PC ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പണം എഴുതി വെച്ചിട്ടുണ്ട് അതില്. ആ കാര്യങ്ങളും ആൾക്കാരുടെ പേരും ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, മാസപ്പടി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ വീണ വിജയനും എക്സാലോജിക്കും ചേർന്ന് CMRലുമായി നടത്തിയ ഇടപാട് വേറൊരു കാര്യമാണ്. അതാണ് ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിഗണിച്ചത്. അതിൽ ഇക്കാര്യം വരുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവന വരുന്നില്ല. ഹൈക്കോടതി പറയുന്നുണ്ട്, ഇന്നത്തെ ഉത്തരവിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ അല്ല, അത് ഗ്രൗണ്ട് പറയുമ്പോഴാണ്, അതിന്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോഴും പിന്നെ വാദങ്ങൾ പറയുമ്പോഴും SFIയുടെ ഉൾപ്പെടെ ഇപ്പം 2012-13 മുതൽ 2018-19 വരെയുള്ള കാലത്തെയാണ് 1.72 crores വീണയ്ക്ക് കൊടുത്ത ഇതിനെ കുറിച്ച് പറയുന്നത്. പിന്നീട് SFI വന്നപ്പോഴാണ് 2022-23 വരെയുള്ള കാലത്തെയാണ് 2.78 ആയിട്ടാണ് പിന്നെ അത് വർദ്ധിക്കുന്നത്. അത് രണ്ടും വ്യത്യസ്തമായ രണ്ട് ഘട്ടങ്ങളിലാണല്ലോ. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കാര്യങ്ങളാകെ പറയുന്നത്. എന്നിട്ടാണ് അന്വേഷണം തുടർന്ന് പോകുന്നതിന് ഒരു നിയമപരമായ ഒരു തടസ്സങ്ങളും ഇല്ല, നിയമപരമായി ശരി തന്നെയാണ് എന്ന് ശരിവെക്കുകയും ചെയ്യുന്നത്. പോലീസ് നൽകിയ സഹായത്തെ കുറിച്ച് എങ്ങനെയാണ്, ഏതെല്ലാം സെക്ഷനാണ് വേണ്ടത് എന്ന് EDയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ED പോലീസിനെ അറിയിച്ചതാണ് ഈ വിവരം. എന്തുകൊണ്ട് ഇതിനകത്തൊരു കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി? എന്താണ് അതിനുള്ള ബേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭരിക്കുന്നത് LDF ആയിരുന്നു. ആ ഒറ്റ കാര്യമേ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ട് പോലീസ് അതിനകത്ത് FIR ഇട്ടില്ല. ആ ഒറ്റ പിടിവള്ളിയിലാണ് CMRL കോടതിയിൽ പോയത്. ഇപ്പോഴും ആ സിവിൽ നടപടികളെ പറ്റുകയുള്ളൂ ഈ ഘട്ടത്തിൽ. അത് സഹായം ചെയ്തു കൊടുത്ത ആരാണ്? കേരള പോലീസാണ്. മഞ്ജുഷന്റെ വാദം മാത്രമേ ആവൂ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV വിജയകുമാറിനും ഇത്തരത്തിലുള്ള ധാരണകളൊന്നും ഇല്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? പോലീസ് സഹായിച്ചു, പിണറായി വിജയൻ ഭരണത്തിലിരുന്നുകൊണ്ട് പോലീസ് സഹായിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമോ? കോടതി പറഞ്ഞത് കൃത്യമായിട്ട് അല്ല, കോടതിയിൽ CMRലിന്റെ ആളുകൾ തന്നെയാണ്, CMRL തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പോലീസ് FIR ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ കോടതി പറഞ്ഞത് പോലീസ് FIR ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അന്വേഷണം റദ്ദാക്കുവാൻ കഴിയുകയില്ല എന്നാണ്. FIR നിർബന്ധമില്ല ഈ ഘട്ടത്തിൽ, സിവിൽ നടപടികളിലേക്ക് പോകാനെന്നാണ്. അല്ല, കോടതി ടു ദാറ്റ് എക്സ്റ്റെന്റ് അത്ര അവിടെ നിർത്തി അവര്. പോലീസ് FIR ഇട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് മറ്റു പോകാൻ കഴിയില്ല, പോകുന്നതിൽ തടസ്സമില്ല
എന്ന് ആ മാന്യത അവർ പാലിച്ചു. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് പിണറായി വിജയന്റെ പോലീസ് ആയതുകൊണ്ടാണ് ചെയ്തത്. അല്ലാതെ പിന്നെ എന്താണ്? അല്ലാതെ പിന്നെ എന്താണ്? അല്ലാതെ പിന്നെ എന്താണെന്ന് കോടതി പറയണം. നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ കോടതി വിധിയെ കുറിച്ചാണല്ലോ മഞ്ജു. എന്റെയും താങ്കളുടെയും മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ താല്പര്യങ്ങൾ മുൻനിർത്തി ഉണ്ടാകുന്ന ചർച്ചയല്ലല്ലോ വേണ്ടത്. സംശയമുണ്ടോ? കോടതി വിധിയെ സംബന്ധിച്ചാണ്. ജയചന്ദ്രൻ സാറേ, ഞാൻ അങ്ങയുടെ വാദങ്ങളൊക്കെ ഇത് അതിനകത്തൊരു വളരെ ബാലിശമായിട്ടുള്ള വാദമാണ് ഇപ്പം അങ്ങ് പറയുന്നത്. നോക്കൂ, ഒരു പോലീസ് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ വകുപ്പ് ആരാ ഭരിച്ചിരുന്നത്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണത് ഉണ്ടായിരുന്നത്, ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അവർ ചോദിക്കില്ലേ? അങ്ങേക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ഇത്. സാധാരണ എല്ലാവർക്കും, നമുക്കൊക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെന്നൊരു മാധ്യമരംഗത്തൊക്കെ ആളുകൾ അറിയാമല്ലോ ഇത്. പോലീസ് ചോദിക്കും, അപ്പോൾ എന്തായിരിക്കും പറയുക? FIR ഇടാൻ പറയൂ? FIR ഇടാൻ പറയില്ല. എന്നാൽ ഇത്തവണ ഇനിയാണെങ്കിലോ, ഇനിയാകുമ്പോൾ കളി മാറില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിനകത്തൊരു ക്ലിയർ കട്ടായിട്ട് തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ വിധിയോടുകൂടി വളരെ കൃത്യമായി തന്നെ കോടതിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് PM അതായത് മണി ലോണ്ടറിങ് ഉണ്ട്, ലെയറിങ്, അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ലെയറിങ് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. 2.78 കോടി കൊടുത്ത ആൾക്ക് എന്തിനാണിത് കൊടുത്തതെന്നും 2.78 കോടി വാങ്ങിച്ചയാൾക്ക് ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഈ ഇഷ്യൂ തീരുന്നത് എവിടെയാണ്? ഇത് ഞാൻ എന്തിനു വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അപ്പം കൊടുക്കാത്ത സേവനത്തിന് പണം കൈപ്പറ്റുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ മണി ലോണ്ടറിങ്ങിൻ്റെ അകത്ത് ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ. എന്താണ് നിങ്ങളുടെ പോലീസ് FIR ഇടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഒരു അഴിമതി കൂടി ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വിജിലൻസ് അന്വേഷിക്കേണ്ട ഒരു അഴിമതി ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലാഭവിഹിതത്തിൽ നിന്ന് ആരോടും ചോദിക്കാതെ 2.78 കോടി ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കണ്ടേ സാർ? ഞാൻ ചോദിക്കട്ടെ, ഞാനോ അങ്ങോ ഈ പറയുന്ന ഇൻമക്കുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവരിത് സ്വീകരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന എല്ലാ ERP സൊല്യൂഷൻസ് കൊടുക്കുന്ന എത്രയോ കമ്പനികൾ ഇവിടെയുണ്ട്. എത്രയോ കമ്പനികൾ, അതും എത്രയോ വലിയ പരിജ്ഞാനമുള്ള, എത്രയോ കാലത്തെ അനുഭവങ്ങളുള്ള വലിയ കമ്പനിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ATNA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ SFIയുടെ അങ്ങ് കണ്ടു കാണും, ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായ ഒരു ടാബ്ലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 ഘടകങ്ങൾ, ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ ERP സൊല്യൂഷൻസ് കൊടുത്തിട്ടുള്ള ATNA എന്ന് പറയുന്ന കമ്പനി കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 3.65. അപ്പോൾ ഇവിടെ എന്താണ് അവർ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്? അത് പറയാൻ, അതിന് ആ സ്റ്റേറ്റ്മെൻറ്റിൽ വീണയുടെ മൊഴിയിൽ പോലും അവർക്കത് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഷീ റിസീവ്ഡ് 2.78 crores ഇൻ അക്കൗണ്ട്. ആലോചിച്ച് നോക്കണം, അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആരോ പറഞ്ഞു കൊടുത്തു കാണാം, അത്തരത്തിലൊരു തെറ്റായൊരു ഇൻഫർമേഷനായിട്ടും കൊടുത്തിട്ടുണ്ടാവും, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത് അക്കൗണ്ടിലൂടെ വാങ്ങിച്ച് അതിന് ആവശ്യമായ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് ഇല്ലാതാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് എന്താണ് വൈറ്റ് മണിയായിട്ട് മാറുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്നാളൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ സാറുള്ള ചർച്ചയിലാണോന്ന് എനിക്കറിയില്ല. ഞാൻ മീഡിയ ഉള്ളതാണ്. ആ മീഡിയ ഉള്ളൊരു ചർച്ചയിൽ സാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മാരുതി കാറുണ്ട്. ആ മാരുതി കാർ ഞാൻ ശ്രീജിത്തിന് കൊടുക്കുന്നു, ശ്രീജിത്ത് എനിക്ക് 1 കോടി രൂപ തരുന്നു. എനിക്ക് അക്കൗണ്ട് തന്നാൽ മതി. എന്തിനാണ് ഈ പൈസ കിട്ടിയതെന്ന് ഇൻകം ടാക്സ് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഉണ്ടായ മാരുതി കാർ കൊടുത്തപ്പോൾ എനിക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സാർ ആലോചിച്ച് നോക്ക്. അപ്പൊ അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ഉദാഹരണം ഞാനും പറയുന്നത്. എന്റെ മാരുതിക്കാർ കൊടുത്തപ്പോൾ എനിക്ക് ശ്രീജിത്ത് 1 കോടി രൂപ തന്നു, അത് അക്കൗണ്ടിൽ തന്നു. ഇതിനാണ് ഈ 1 കോടി രൂപയ്ക്ക്. അപ്പം മാരുതിക്കാറിന്റെ വില 1 കോടി രൂപയായി നമ്മൾ എന്ന് പറഞ്ഞ പോലെയാണ് ERP സൊല്യൂഷൻസ്. അപ്പോൾ ഈ 2.78 crores ERP സൊല്യൂഷൻസ് ആണ് ഇവർ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്? ശ്രീജിത്ത്, ഇതിനകത്ത് ഈ കുറ്റകൃത്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കി എന്നുള്ള കാര്യം തെളിയിക്കണമെങ്കിൽ ഇനി ഏത് ഘട്ടം വരെ ഇഡിക്ക് പോകേണ്ടി വരും? ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടലിൽ അവസാനിക്കും എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് അന്വേഷണം പോകുന്നതെന്ന് തോന്നുന്നു. ആ രീതിയിലത്തേക്ക് മാത്രമാവണമെന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഇതിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ട് നമുക്ക് ഡീബങ്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഇതിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ അന്നത്തെ പോലീസിനോ സർക്കാരിനോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാദമാണ്. സത്യത്തിൽ അങ്ങനെ സംശയിക്കത്തക്കതായിട്ടുള്ള, ആ സംശയത്തിനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം 2 ഘട്ടങ്ങളിലായിട്ട് FIR ഇടാനായിട്ട് ED പോലീസിനോട് ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ FIR ഇടാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ
അത് FIR ഇടേണ്ട ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും ആ ഉദ്യോഗസ്ഥൻ ED ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് അങ്ങ് FIR ഇടുകയോ ഇടാതിരിക്കുകയോ അല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ അദ്ദേഹം ഹയറപ്സിലേക്ക് പോകും, കൃത്യമായിട്ടുള്ള നിയമോപദേശം ചോദിക്കും, ED ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അത് വേണ്ട എന്ന് ഏമാന്മാർ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ FIR ഇടാത്തത്. അങ്ങനെ ഇടാതിരുന്നതിന് ശേഷം പിന്നീട് അതിനെ ED എസ്കലേറ്റ് ചെയ്തിട്ട് സുപ്പീരിയർ ഓഫീസർമാരെ അറിയിക്കുന്നുണ്ട്. ആ സമയത്തും അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് FIR ഇല്ല എന്ന് CMRന് വാദിക്കാനുള്ള അവസരം ഉണ്ടായത്? കാരണം പോലീസ് FIR ഇട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ജയേന്ദ്ര സാർ അതിന് പറഞ്ഞ വാദം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ വിധിയിൽ അതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ലല്ലോ എന്നാണ്. പോലീസിനെതിരെ എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന കാര്യം വന്നിട്ടില്ല എന്നാണ്. അല്ല, നോക്കൂ, ഇതിൽ ഈ കേസിന്റെ മെറിറ്റ് അല്ല ഇന്ന് കോടതി തീരുമാനിക്കുന്നത്. കോടതി ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷേ FIRന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീജിത്ത്. ഇപ്പോൾ ECIR അല്ല, FIR ഇല്ല എന്ന് വെച്ച് അന്വേഷണം റദ്ദാക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയും പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ FIR ഇടാത്തതാണ് എന്നുള്ള ഒരു പരാമർശം വരാത്തത്? അങ്ങനെ ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഈ കേസിന്റെ വിചാരണയല്ല ഇപ്പൊ നടക്കുന്നത്. ഇതിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ്. EDയുടെ അന്വേഷണം തുടരണോ വേണ്ടയോ എന്നുള്ളത് മാത്രമാണ്. അതും CMRലും ഈ EDയും തമ്മിലുള്ള വിഷയം മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തിൽ എക്സാലോജിക്ക് ഒരു കക്ഷിയുമല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പോകണോ വേണ്ടയോ എന്നുള്ളതിന് CMRൽ തന്നെ കൊണ്ടുവരുന്ന വാദമാണ് ECIR എന്ന് പറയുന്ന EDയുടെ ഇന്റേണൽ ഡോക്യുമെന്റ് FIRന് തുല്യമാണ്. പക്ഷേ അതിന്റെ ഒരു കോപ്പി അവർക്ക് കിട്ടിയിട്ടില്ല, ഫർണിഷ് ചെയ്തിട്ടില്ല. എന്നാൽ അത് നേരിട്ട് FIR ആണോ? അതുമല്ല. അതുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. FIR ഇല്ലാത്തത് കൊണ്ട് ECIR ക്വാഷ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ റിക്വയർമെന്റ്. അപ്പോൾ ആ ലിമിറ്റഡ് പോയിന്റിൽ ED പറയുന്നത്, ED അവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ED പറയുന്നത് ഞങ്ങൾ FIR ഇടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ FIR ഇട്ടിട്ടില്ല. ECIR എന്ന് പറയുന്നത് ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. FIR ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സിവിൽ ആക്ഷനുമായി മുന്നോട്ട് പോകാം. അത് കോടതി ശരിവെക്കുകയാണ്. ആ പോയിന്റ്, ലിമിറ്റഡ് പോയിന്റിൽ മാത്രമാണ് കോടതി ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതല്ലാതെ എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നോ അല്ലെങ്കിൽ FIR ഇടാത്ത ആൾക്കാരെ ഇവിടേക്ക് വിളിപ്പിക്കൂ എന്നൊന്നും പറയാനുള്ള ഒരു സ്കോപ്പ് ഈ കേസിലില്ല. ലിമിറ്റഡ് പോയിന്റ് മാത്രമാണ്. ഈ അന്വേഷണം വേണോ വേണ്ടയോ ഇത് മാത്രമാണ്. അതുകൊണ്ട് ഇവര് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ലിമിറ്റഡ് പോയിന്റിൽ മാത്രമാണ് ഇതിൽ വാദം കേട്ടതും അന്വേഷിച്ചിരിക്കുന്നതും. എന്തായിരുന്നു? ഒന്ന്, ഈ പറയുന്ന ECIR രജിസ്റ്റർ ചെയ്യാനായിട്ട് EDക്ക് അധികാരമില്ല. രണ്ട്, അതുകൊണ്ട് തന്നെ FIR ഇല്ലാത്തത് കൊണ്ട് സമൻസ് അയക്കാനായിട്ട് പറ്റില്ല, അയച്ചിരിക്കുന്ന സമൻസ് അസാധുവാണ്. മൂന്ന്, നേരത്തെ പറഞ്ഞിരുന്ന ആ വാദം, IT സെറ്റിൽമെന്റ് ഇമ്മ്യൂണിറ്റി ഇവർക്ക് കിട്ടുന്നുണ്ട്, PMLAക്കും ഇത് ബാധകമാണ്. ED തിരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ECIR ഞങ്ങളുടെ ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്, അത് FIR അല്ല, അത് ക്വാഷ് ചെയ്യാനായിട്ട് കോടതി പറയേണ്ടത് കാര്യമില്ല, അതിന്റെ കോപ്പി ഞങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല. FIR ഇല്ല എങ്കിൽ പോലും ഞങ്ങൾക്കിതിൽ സിവിൽ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം PMLAയിൽ. അതിന് മുൻകൂർ FIRന്റെ ആവശ്യമില്ല. പ്രോസിക്യൂഷന് വേണ്ടിയിട്ട്, ക്രിമിനൽ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. മൂന്ന്, IT ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് PMLA നിയമങ്ങളിലെ ഒരു ഇമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളും കോടതി അംഗീകരിക്കുന്നു എന്നുള്ള ലിമിറ്റഡ് പോയിന്റിൽ മാത്രമേ വാദം കേട്ടിട്ടുള്ളൂ, അതിന്റെ മെറിറ്റിൽ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഇനി ഇത് EDയുടെ കോടതിയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് വരുന്നതും പരിഗണിക്കുന്നതും ഒക്കെ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ചർച്ച ചെയ്തിരുന്ന ഈ വിജയ് മദൻലാൽ ചൗധരി എന്ന് പറയുന്ന അതേ കേസിനെ വെച്ചുകൊണ്ടാണ് കോടതി ഈ കാര്യത്തിനെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു പോയിന്റിലേക്കും കോടതി അതുകൊണ്ട് തന്നെ പോയിട്ടുമില്ല. സത്യത്തിൽ ഈ കേസിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഇനിയും ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ ട്രാൻസാക്ഷൻ ഉണ്ടായത്? കാരണം ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഓൺ റെക്കോർഡ് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് വീണ വിജയന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നേരത്തെ ശ്രീ ഹരി ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ ഈ രീതിയിലത്തേക്ക് പോകാൻ കഴിയുന്നത്? ERP സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ നിരവധി ആൾക്കാരുണ്ടല്ലോ. അവിടെ വരെ മാത്രം അത് ശരിയാണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ആ വാദവും നിലനിൽക്കുന്നതല്ലോ. കാരണം അവർ ERP സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവന്നിട്ടില്ല, അവർ സേവനം കൊടുത്തിട്ടില്ല. അവസാനം 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർ എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിയുകയാണ് ചെയ്തത്. പക്ഷെ ആ 2 വർഷവും അവർക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടി. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും പേയ്മെന്റ് കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞു വരുന്നു, ഞങ്ങൾ കസ്റ്റം ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ERP സോഫ്റ്റ്വെയർ തരാമെന്ന് പറയുന്നു, എന്നിട്ട് അവസാനം ഞങ്ങൾ ഒന്നുമേ ചെയ്തിട്ടില്ല, വേറെ ആൾ ചെയ്തോട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് ഇവരോട് ചോദിക്കുന്ന സമയത്തോ ഇവർ തന്നെ പറയുന്നുണ്ട് നേരിട്ട് മാത്രമുള്ള മീറ്റിങ്ങുകളായിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് ഇമെയിൽ കറസ്പോണ്ടൻസിൽ ഒന്നുമില്ല, ഇമെയിൽ മുഴുവനും ബില്ല് റൈസ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഡിസൈനും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ, മൊഡ്യൂൾ എങ്ങനെയാണെന്നുള്ള ഡിസ്കഷൻ എന്നെല്ലാം നേരെയാണ് നടത്തിയിരിക്കുന്നത്, ഞങ്ങൾക്ക് എവിഡൻസ് ഒന്നും കാണിക്കാനില്ല എന്ന്. അവിടുത്തെ എംപ്ലോയീസ്, നമ്മൾ എംപ്ലോയീസിനും വിട്ടേക്കൂ, CMRLന്റെ IT ഹെഡിന് അവർക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു സർവീസ് അവിടെ കിട്ടിയത്. ഈ കമ്പനി, ഈ ക്ലയന്റ് എന്ന് പറയുന്ന CMRL എന്ന് പറയുന്ന ഒരു ക്ലയന്റ് എക്സാലോജിക്കിന് ഉണ്ട് എന്ന് എക്സാലോജിക്കിലെ എംപ്ലോയീസിന് അറിയില്ല.
വീണ തന്നെ പറയുന്ന ഒരു തരത്തിലുള്ള സേവനം ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ഇല്ല. അത് മാത്രമല്ല, വേറെ വീണ ഏതെങ്കിലും ഒരു വിജയനും client ഉണ്ടോ എന്ന് എക്സാലോജിക്കും ചോദിക്കുമ്പോൾ ഇല്ല. അവിടെ സേവനം തുടങ്ങിയപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണോ CMRL ഉപയോഗിച്ചിരുന്നത്, പവർ ബിൽഡർ, ടാലി, MS ഓഫീസ്, ഇതൊക്കെ തന്നെയായിരുന്നു അവരവിടെ സേവനം നിർത്തി പോയപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ഇതും വീണയുടെ മൊഴിയാണ്. മഞ്ജുഷ്, ഒരു കാര്യം IT ഘട്ടിന്റെ മൊഴിയും മഞ്ജുഷ്, ഒരു വീണയുടെ കാര്യം കൂടിയുണ്ട്. മൊഴിയും ഒന്ന് തന്നെയാണ്. മഞ്ജുഷ്, ഒരു കാര്യം കൂടി പ്രസക്തമാണ്. അതായത് ഇവർ വേറെ ആർക്കെങ്കിലും സമാനമായിട്ടുള്ള കൺസൾട്ടിംഗ് എൻഗേജ്മെന്റോ മാർക്കറ്റിംഗ് എൻഗേജ്മെന്റോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഇവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് ആരാണ്? ഇവരാണ് എന്ന് വെച്ചാൽ തന്നെ വളരെ കൃത്യമല്ലേ. നമ്മൾ ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് കിട്ടുമോ? ശ്രീജിത്ത് ഒരു മിനിറ്റ്, അതിനകത്ത് അത് വേറെ ഇപ്പോൾ ഒരു 12ഓളം കമ്പനികൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീജിത്തെ. പക്ഷേ അതിനകത്ത് അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ആ 12ഓളം കമ്പനികൾക്കുള്ളൊരു പ്രത്യേകത, ഈ CMRL ഒഴികെ ബാക്കി മുഴുവൻ കമ്പനിയും എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. അതിനകത്ത് SFI കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് അതാണ് പ്രശ്നം. അല്ലല്ല, അങ്ങനെയല്ല ശ്രീഹരി, അങ്ങനെയല്ല. വീണ വിജയനോട് ചോദിക്കുന്നത് അവർക്ക് എത്ര ക്ലയൻസ് ഉണ്ടെന്നല്ല, അവരോട് ചോദിക്കുന്നത് നിങ്ങൾ IT കൺസൾട്ടൻസിയും മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയും വേറെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സ്പെസിഫിക് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നാണ്. വേറെ ഒരു കമ്പനിക്കും കൊടുത്തിട്ടില്ല എന്ന്. മാത്രമല്ല 2017, 18, 18, 19 കാലയളവിലാണ് എക്സാലോജിക്കിന് ഈ ടേൺ ഓവർ ഉണ്ടായിരുന്നത്, ഈ എടുത്തു പറയാൻ പറ്റിയ ടേൺ ഓവർ ഉണ്ടായിരുന്നത്. ഒരു തവണ 1 കോടി രൂപയുടെ 2017-18 2018-19 1,11,00,000 രൂപയുടെയും. ആ സമയത്ത് CMRLുമായിട്ടുള്ള കരാറായിരുന്നു. ഇതിനു മുൻപും പിൻപും എക്സാലോജിക്കിന്റെ ടേൺ ഓവർ എടുത്ത് നോക്കിയാൽ നെഗ്ലിജിബിൾ എന്നേ കാണാൻ കഴിയുകയുള്ളൂ. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ താങ്കൾ പറയുമോ SFIO റിപ്പോർട്ടും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ഇതൊക്കെ നടന്നു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ഇനി ED അന്വേഷണം എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം അവിടെ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞു, ഇനി എന്ത് അന്വേഷണത്തിനാണ് പ്രസക്തി ഉള്ളത് എന്ന്. ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ടിൽ എല്ലാം വിശദമാക്കുന്നുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനേക്കാൾ കൂടുതലുണ്ട് SFIO റിപ്പോർട്ടിൽ. അതും താങ്കൾ അംഗീകരിക്കുന്നില്ലേ? എന്താണ് അവസാനം SFIO റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. SFIO റിപ്പോർട്ട്, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, ഇത് ഈ വിഷയത്തിൽ ഇപ്പോ പിന്നെ ഇവർക്കിത് അന്വേഷിക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഈ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ക്വാഷ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ റദ്ദാക്കാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമായിട്ടും ഇന്ന് കോടതി പറയുന്നുണ്ട്, ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ട്. അത് തന്നെയാണല്ലോ പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ഇനി അന്വേഷിക്കാനുള്ള അനുമതി കിട്ടി എന്നുള്ളിടത്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പിന്നെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. EDക്ക് ഈ കേസിന്റെ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പൂർണ്ണമായും ഹൈക്കോടതി സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ കാര്യങ്ങളിലേക്ക് ഇനി അവർ പോകട്ടെ. ഏത് തരത്തിലുള്ള അന്വേഷണം അവർക്കാകാം, സിവിൽ പിന്നെ ആ നിലയിലുള്ള അന്വേഷണം. അപ്പൊ ആ അന്വേഷണം നടത്തി അതിന്റെ കാര്യങ്ങളോട് മുമ്പോട്ട് പോകുമ്പോൾ ഹരി പറയുന്നത് അത് പോലീസ് FIR ഇടും, അവരുടെ പോലീസ് FIR ഇടുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ, അതിന്റെ കാര്യങ്ങളോട് മുമ്പോട്ട് പോകട്ടെ. ഇതില് പിന്നെ നിങ്ങൾ പറയുന്നത് ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാത്തത്, ഗ്രഹിക്കാത്തത്. ഈ ബാക്കി ഞാൻ മുമ്പ് പറഞ്ഞ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല മഞ്ജുഷ്. ഈ രാഷ്ട്രീയ കക്ഷികൾ പൈസ വാങ്ങിച്ചതെല്ലാം തെളിവുണ്ട്. അപ്പൊ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് ഞാൻ പാർട്ടികളോട് വാങ്ങിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞ് ഞാൻ KPCC പ്രസിഡന്റാണ് വാങ്ങിച്ചത്. ശരി സാർ, എത്രയാണ് വാങ്ങിച്ചത്? മറുപടി ഉണ്ടോ? ഇന്ന അവര് KPCC മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന വർഷം ഇത്ര രൂപയാണ് ഇവരുടെ ഇന്ന് അന്ന് പ്രസിഡന്റായിരുന്നു ചെന്നിത്തല വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ ലീഗിന്റെ നേതാക്കളോ അല്ലെങ്കിൽ തങ്ങളോ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി ഇന്ന വർഷം വാങ്ങിയിട്ടുണ്ട്? പറയണ്ടേ? അത് പറയണമല്ലോ. അല്ല, ബാക്കി ആരാണെങ്കിലും പറയണമല്ലോ. അതുപോലെ മീഡിയ ഹൗസസ് എത്ര ലക്ഷം രൂപ അല്ല കോടി രൂപയാണ് മീഡിയ ഹൗസുകൾ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് EDക്ക് അറിയണ്ടേ? ED ഇതെല്ലാം അന്വേഷിക്കാനും അറിയാനും ബാധ്യസ്ഥരാണല്ലോ ഹരി. അത് വേണമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇനി പിന്നെ മതമേധാവികൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില കക്ഷികൾ ഒക്കെ വാങ്ങിയതായി പറയുന്നുണ്ട്. ഇവരെന്തിനാണ് എത്രയാണ് പണം വാങ്ങിച്ചിരിക്കുന്നത്, എന്തിനാണ് പണം വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അറിയാനുള്ള സ്വതന്ത്രമായ ഒരു പാത EDക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിച്ചത്, നിങ്ങളുടെ പോലീസ് തന്നെയാണ് താങ്കൾ പറയുന്നത്.
ഞാൻ ആവർത്തിച്ച് ചോദിച്ചതുകൊണ്ടാണ്. അപ്പൊ താങ്കൾ നിസ്സംശയം പറയുകയാണ് അത് ചെയ്തിരിക്കും പോലീസ്. നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പോലീസ് നല്ലൊരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നു എന്ന് തന്നെ പരസ്യമായി ഞാൻ ഏത് ചർച്ചയിലും പറയുകയും ചെയ്യും. നേരിൽ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അത് നമുക്ക് അന്നേരം ഇപ്പൊ ഞാൻ ആ കാര്യം പറയുന്നു. അങ്ങനെ ഉണ്ടായി ഈ പോലീസ് എഫ്ഐആർ ഇട്ട് കഴിയുമ്പോൾ ഞാനത് പരസ്യമായി പറയുകയും ചെയ്യും വീണ്ടും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഇഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ എന്താണ് എല്ലാ തടസ്സങ്ങളും പരിപൂർണമായും മാറിക്കിട്ടി സ്വതന്ത്രമായ ശരി, അന്വേഷണത്തിന് സൗണ്ടിൽ കുറച്ച് പ്രശ്നമാണ് ഡോക്ടർ ഹരി. അദ്ദേഹം പറഞ്ഞു വരുന്നത് മറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ടായിരുന്നുവല്ലോ ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പണം കൊടുത്തത്. അതിന്മേലുള്ള നിലപാടാണ് അദ്ദേഹം ചോദിക്കുന്നത്. രണ്ടും രണ്ടായി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിപ്പോൾ അതാണ് അദ്ദേഹം തന്നെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് പറഞ്ഞിട്ട് ജയചന്ദ്ര സാറ് അതിനെ മറ്റേ കേസ് വെറുതെ അതുപോലെയാണ് ഇതും എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഫ്രോഡ് പോലെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവരുടെ സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സംഭാവന വാങ്ങിക്കുന്നതിൽ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമല്ലേ? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ SFI ആണെങ്കിലും അതോടൊപ്പം തന്നെ ED ഒക്കെ ആണെങ്കിലും ചെയ്തു പോകും. അവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാം. ഞാൻ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം പരാതി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അദ്ദേഹം ജയചന്ദ്രൻ സാറിന് ഈ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇത് മാത്രം അന്വേഷിച്ചാൽ പോരാ, ഇതുകൂടി അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് അന്വേഷിക്കട്ടെ. അതിനിപ്പോൾ ഞാൻ പറയട്ടെ, ഇതെല്ലാം ഓപ്പൺ അല്ലേ? ഞാൻ പറയട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംഭാവനകൾ വാങ്ങിച്ച് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് CMRL KPCCക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. KPCC ഒരുപാട് സംഘടനകളിൽ നിന്ന് ആളുകളിൽ നിന്നൊക്കെ സംഭാവന വാങ്ങിച്ച് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, പരിപാടികൾ നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാട് നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഫ്രോഡ് നടന്നതിന് ശേഷം ഇതിനെയും കൂടെ രണ്ടും ഒന്നാണ് എന്ന് പറയുന്നതോട് എനിക്കൊരു യോജിപ്പില്ല. മീഡിയ ഹൗസിലൊക്കെ പണം കൊടുക്കുന്നത് അല്ല, അത് അന്വേഷിക്കട്ടെ സാർ. ഞാൻ പറയട്ടെ, മീഡിയ ഹൗസുകാർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ED അന്വേഷിക്കട്ടെ, അതൊന്നും ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല. ഈ കാര്യത്തിനകത്ത് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് FIR ഇടേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത് കോടതിയിലേക്ക് അല്ലെങ്കിൽ ഇത് വളരെ സീരിയസ് ആയി ED അന്വേഷിച്ച് വളരെ കൃത്യതയോടുകൂടി അന്വേഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ FIR ഇട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല. ശ്രീ പണിക്കർ, മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ലേ EDയുടേത്? ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ കാര്യമാണ്, ഈ 1.72 കോടി എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി. അതാണ് കൂടുതലായിട്ടും എടുത്തു പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഘട്ടത്തിൽ ഇതിൽ പ്രതികളായിട്ട് ആരെയും ചേർത്തിട്ടില്ല. മണി ലോണ്ടറിങ് മണി ലോണ്ടറിങ് നടത്തിയിരിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി അതിലുള്ളത് കൊണ്ട് ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എൻക്വയറിയാണ്. ഇനി ഇതിൽ തെളിവ് ശേഖരണവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം PMLA ആക്ട് നിലനിൽക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടായതിനു ശേഷം FIR രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇതിന്റെ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളിലേക്കൊക്കെ തന്നെ പോകാൻ. അതൊക്കെ തന്നെ സമയമെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഈ ഒരു കേസിന് മറ്റുള്ള ആൾക്കാർക്ക് പണം കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഈ അന്വേഷണ ഏജൻസികളോട് ശശിധരൻ കർത്ത കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം തന്നെ പറയുന്നത് CMRL പോലെ ഒരു സ്ഥാപനം ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിരവധി ആൾക്കാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പണം നൽകിയേ മതിയാകൂ. കാരണം അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതിന് ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ പണം കൊടുക്കണം. അപ്പോൾ അങ്ങനെ പണം കൊടുക്കുന്നതിനിടയിൽ ആരാധനാലയങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പണം കൊടുക്കുന്നതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം, മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഇവരെല്ലാം പൊട്ടൻഷ്യലി ഇവർക്കെതിരെ വാർത്തകൾ ഉണ്ടാക്കുന്ന, ഇവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, ഇവർക്കെതിരെ കംപ്ലൈന്റുകൾ റേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഗുഡ് ബുക്സിൽ കയറി വരുന്നതിന് വേണ്ടി ഇവരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ബിസിനസ് ഓടിക്കുന്നതിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് കർത്തായുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അപ്പോൾ ആ ഒരു കേസ്, അതായത് അവിടെ പുള്ളി നോക്കിയിട്ടില്ല, ആരെയും പ്രത്യേകിച്ച് ഒരാളിനെ ഒഴിവാക്കുന്നത് പോലെ നോക്കിയിട്ടില്ല, എല്ലാ പാർട്ടിക്കാർക്കും പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന പണം കൂടുതലും കുറവൊക്കെ 15-20 ലക്ഷമൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ടാവും, ചിലർക്ക് ചെറിയ എമൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അന്വേഷിക്കേണ്ടതാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് ലൂസ് ഷീറ്റിൽ എഴുതിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിറ്റ്നസ്, ട്രാൻസാക്ഷൻ, ഇതര കുറേ കാര്യങ്ങൾ വേണം. അതൊക്കെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതൊരു പക്ഷേ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല.
ഈ കേസിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലെയർ ചെയ്തിരിക്കുന്നതാണെന്ന് സംശയിക്കാൻ കഴിയുന്ന, ഒരു തരത്തിലുള്ള സേവനവുമില്ലാതെ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഈ വലിയ ഭാരിച്ച ട്രാൻസാക്ഷൻസ് പേയ്മെന്റ് ഉള്ള ഒരു ബിസിനസ് കൊടുത്തിരിക്കുന്ന, അതിന് തക്ക ഔട്ട്പുട്ട് അവിടെ കിട്ടിയിട്ടില്ലാത്ത, റിറ്റൈനർഷിപ്പിന് വേണ്ടി വെറുതെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എൻഗേജ്മെന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പണം വാങ്ങുന്ന സമയത്തുള്ള ആൾക്കാരുടെ പൊസിഷൻസ് ആണ്. ആ പൊസിഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബന്ധുത്വം. ആ ബന്ധുത്വം വഴി ഇവിടെ സംശയിക്കപ്പെടാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മുഖ്യമന്ത്രി ആയിരുന്ന ആളിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാതെ ഇങ്ങനെ ഒരു പണം എല്ലാ മാസവും കൊടുക്കുന്നു. രണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന്റെ ഈ മകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി FIR ഇടാൻ പോലീസിനോട് ആവശ്യപ്പെടുന്ന സമയത്തും അത് എസ്കലേറ്റ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടുള്ള നിയമോപദേശവും കൂടിയാലോചനകളും ഇല്ലാതെ ഇവരിതിനെ നിഷേധിക്കുമോ? അപ്പൊ അതിനർത്ഥം അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മറ്റേതൊരു കേസിനേക്കാളും രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കോ പണം കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഈ കേസ് വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. അതൊരു ക്വിഡ് പ്രോക്കോ ആണെന്നോ അല്ലെന്നോ എങ്ങനെ അറിയാം? ഇവിടെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പല ആക്ടുകൾ എൻഫോഴ്സ് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ തന്നെ സർക്കാർ മടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ അന്വേഷണം പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കേണ്ടത് ED തന്നെയാണോ എന്നും എനിക്കറിയില്ല. മണി ലോണ്ടറിങ്ങിന്റെ കാര്യമായിരിക്കും ഒരുപക്ഷെ ED അന്വേഷിക്കുന്നത്. പക്ഷെ അതല്ലാത്ത മറ്റ് പോസിബിൾ ആംഗിൾസ് ഉണ്ടല്ലോ. നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള മറ്റേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് EDയുടെ പരിധിയിലല്ല, മറ്റേതെങ്കിലും ഒരു ഏജൻസി വേണം. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ ബംഗാളിലെ കേസുണ്ടല്ലോ, അവിടെയും EDയെ ആക്രമിച്ചല്ലോ. അവിടെ എന്തൊക്കെ തരത്തിലുള്ള കേസുണ്ടായിരുന്നു? ആയുധം സംഭരിച്ചു, സ്ത്രീകൾക്കെതിരെ അതിക്രമം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ വേറെ ഏതെല്ലാം ഏജൻസികൾ ഇവിടെ വന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതേപോലെ തന്നെ ഒരുപക്ഷെ ഇത് അന്വേഷണത്തിനെ വിപുലപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ SFIO എന്ന് പറയുന്ന ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നാകെ വീണ തന്നെ കൊടുത്തിരിക്കുന്ന മൊഴികൾ നാളെ അവർക്ക് ഒരു തരത്തിലുള്ള ഡിഫൻസ് ഇതിലില്ലാത്ത രീതിയിലേക്ക് അവരെ അവരെ നിരായുധയാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ ലീഗൽ ടീമിനും ഇനി ഇതിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഒരു എവിഡൻസും ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൊടുക്കുന്നത് എന്താണ്? IT സേവനമാണ്, അല്ലെ? IT സേവനത്തിന് ഡിജിറ്റൽ എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ശരിയാണ്. SFIO റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ED അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് നീങ്ങുമോ, എവിടെ വരെ എത്താൻ EDക്ക് കഴിയുമെന്നാണ് വരും ദിവസങ്ങളിൽ കാണുവാനുള്ളത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ED അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുമെന്ന് 87% പ്രേക്ഷകർ വിശ്വസിക്കുന്നു, ഇല്ല എന്ന് 10%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.